സ്പൈസ് ആൻഡ് നട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ മുസ്ലിം കല്യാണങ്ങളിൽ കുറച്ച് നാൾ മുമ്പ് വരെ വളരെ കണ്ടുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു നെയ്ച്ചോറും ബീഫും. ഇപ്പോൾ അധികം അങ്ങനെ കണ്ടു കാണലില്ല. ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ്, അതുപോലെ ബീഫും അതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപ്പ് കറി എല്ലാം ചേർത്തിട്ടുള്ള ആ ഫുഡ് ഒരുപാട് പേരെ ഇഷ്ടഭക്ഷണമായിരുന്നു. ഇന്നും പലരും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കിട്ടാനായിട്ട് പലരും അന്വേഷിച്ച് ഒരുപാട് ഷോപ്പുകളിൽ പോകലുണ്ട്. അന്ന് അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കിട്ടാൻ കാരണം അതിൻ്റെ കുക്കിങ്ങിൻ്റെ സ്റ്റൈലും, അതേപോലെ വളരെ ടൈം എടുത്ത് അടുപ്പിൽ വെച്ച് ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്തെടുക്കുന്ന ഒന്നായിരുന്നു. ഇന്ന് കുക്കറിലെല്ലാം കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതേ ടേസ്റ്റിൽ കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. എങ്കിലും ഒരളവിൽ ഏകദേശം അതേപോലത്തെ ഒരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് അത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ നല്ല നെയ്യൊക്കെ ഉള്ള പീസാണ് കുറച്ചുകൂടി നന്നാവുക. അത് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ: 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി. ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ബേ ലീവ്സ്, ചെറിയ 2 പീസ് കറുവപ്പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 സ്റ്റാർ അനീസ്, 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത്. സവാള അത്യാവശ്യം നന്നായിട്ട് വേണം, കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടണമെങ്കിൽ സവാള നന്നായിട്ട് വേണം. 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നടുവെ കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല എല്ലാ സ്പൈസസും ചേർത്ത് വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്തത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് ഓൾറെഡി നമ്മൾ ബീഫിൽ ചേർത്തതുകൊണ്ട് ഇനി സവാള അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പ്. ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണിത്. 2-3 തണ്ട് കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുക്കർ ചൂടായി വന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഓൾ സ്പൈസസ് ചേർത്ത് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിൻ്റെ സ്മെല്ലെല്ലാം ഒന്ന് ഇറങ്ങി വരുന്നതുവരേക്കും. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റോളം അതിൻ്റെ സ്മെല്ലൊന്ന് മാറുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സവാള, എടുത്തു വെച്ച് 2-3 തണ്ട് കറിവേപ്പിലയിൽ നിന്ന് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വളരെ പതിയെ സവാള ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലോ കുക്കിംഗ് പരമാവധി ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇപ്പോൾ സവാള ചൂടായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി വയ്ക്കാം. സവാള ഇപ്പോൾ നന്നായി വെന്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഉപ്പും മറ്റ് പൊടികളും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും 1-2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മസാലകളുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം.
നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒരുപാട് വെള്ളം അടുപ്പത്ത് വെച്ച ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഒരുപാട് വെള്ളം അതുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പിൻ്റെ പാകം ഒന്ന് നോക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്കർ അടച്ച് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്കർ അടച്ച് വെച്ച് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 4-5 വിസിൽ വരുന്നതുവരെ കൂടി വെയിറ്റ് ചെയ്യണം. ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റ് കുറച്ച് പ്രായം ചെന്ന മീറ്റ് ആണെങ്കിൽ വേവ് നല്ല കൂടുതലായിരിക്കും. ചെറിയ മീറ്റാണ്, പ്രായം കുറഞ്ഞ മീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേവും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ കുക്കറിൻ്റെ വലുപ്പവും അതിലൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം 4 വിസിൽ കൂടി അടിക്കുന്നുള്ളൂ. അതിനുശേഷം തുറന്ന് നോക്കി വെള്ളം കൂടുതലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ്. വെള്ളമെല്ലാം അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു നാടൻ ഫ്ലേവർ കിട്ടണമെങ്കിൽ അത് തീ കുറച്ച് വെച്ച് വിസിൽ കുക്കറിലല്ലാതെ വേവിച്ച് തന്നെ എടുക്കണം. അങ്ങനെ സ്ലോ കുക്കായി കിട്ടുമ്പോഴാണ് ടേസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആവുക. അങ്ങനെ കഴിയുമെങ്കിൽ കുക്കറിൽ വയ്ക്കാതെ അങ്ങനെ വേവിച്ചെടുക്കുക. ഇനി ഇതിന് മേളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി വെള്ളം കൂടുതലുണ്ടെങ്കിൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം പാകത്തിനുള്ളത്. ഇനി ഓപ്ഷണലായിട്ട് ഇതിൻ്റെ മേളിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയോടും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഫ്ലേവറെല്ലാം നല്ല ടേസ്റ്റായി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ ഞാൻ എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റു വിഭവവും മറ്റു വീഡിയോയുമായിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ.